4.5 മാസത്തെ നാട്ടിലെ താമസത്തിന് ശേഷം ബാലരമയൊക്കെ പെട്ടിയിലാക്കി ചേച്ചി തിരിച്ചു പോവാണ്. എല്ലാ പ്രാവശ്യവും കുറച്ച് ദിവസത്തേക്ക് നിൽക്കാൻ വരുന്നു, എല്ലാവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. ഈ പ്രാവശ്യം അങ്ങനെയല്ല, 4.5 മാസം കിട്ടി ചേച്ചിക്ക്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തൊന്നും നടന്നില്ല, എന്നാലും അപ്രതീക്ഷിതമായിട്ട് കുറേ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. അങ്ങനെ സന്തോഷകരമായ 4.5 മാസം കടന്നുപോയി. അങ്ങനെ ചേച്ചി തിരിച്ചു പോവാണ്. അപ്പോൾ രാവിലെ തന്നെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ വീട്ടിൽ വന്ന അച്ഛനെയും അമ്മച്ചിനെയും വിളിച്ചിട്ട് എയർപോർട്ടിലേക്ക് പോവാണ്. ചേച്ചിക്ക് ഞാൻ സർപ്രൈസ് ആയിട്ടുള്ളൊരു കുട്ടി ലെറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഫ്ലൈറ്റ് കയറുമ്പോഴാണ് അത് എടുക്കുകയുള്ളൂ എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ബാഗ് ഇടയ്ക്കൊന്ന് തുറക്കണ്ട വന്നുകൊണ്ട് അത് കണ്ടു. അപ്പോൾ അതിൽ വിഷമിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. വിലപിടിപ്പുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുത്താൽ അതിനൊക്കെ ഒരു കാലാവധി ഉണ്ടല്ലോ. നമ്മൾ നമ്മുടെ കൈ കൊണ്ട് എഴുതി നമ്മുടെ ഫീലിങ്സ് എഴുതി നമ്മളത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ. കാരണം അത് കടയിൽ വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പം ഞാൻ മിക്കവാറും എന്തെങ്കിലുമൊക്കെ ഒക്കേഷനിൽ എല്ലാവർക്കും കൈ കൊണ്ട് എഴുതിയ ഞാൻ റെഡിയാക്കിയ ചെറിയ കാർഡോ കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ അവൾക്കും ഞാൻ കൊടുത്തു. എയർപോർട്ടിലെത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അവളെ പറഞ്ഞു വിടുകയാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ലിസ്റ്റൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ പോയാലാണ് തിരിച്ച് നമുക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സന്തോഷമായിട്ട് പോയിട്ട് വാന്നും പറഞ്ഞ് വിട്ടു ചേച്ചീനെ. ഇനിയിപ്പോൾ ബാക്കിയുള്ള ദിവസം കുറച്ച് വിഷമമൊക്കെ ആയിരിക്കും, എന്നാലും അഡ്ജസ്റ്റ് ആകാൻ കുറച്ച് താമസം എടുക്കും. കാരണം ഇത്രയും ടൈം കൂടെ നിന്നോണ്ട്. അപ്പോൾ സന്തോഷമായിട്ട് പോയിട്ട് വരട്ടെ അല്ലേ.